കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ നമുക്ക് ഒരുമിച്ച് ഒരു വേദഭാഗം നമുക്ക് ധ്യാനിക്കാം. വിശുദ്ധ പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ തിരുവചനം. അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: അതുകൊണ്ട് കർത്താവ് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുവീൻ. പ്രിയമുള്ളവരെ, യേശു കർത്താവിനെ അറിഞ്ഞ് കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് യേശു എൻ്റെ കർത്താവാണെന്ന് ഏറ്റുപറഞ്ഞ ഏതൊരു വ്യക്തിയെയും കർത്താവിൻ്റെ ആഗ്രഹം അവരുയർച്ച തന്നെ പ്രാപിക്കണം, അവരനുഗ്രഹിക്കപ്പെടണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് പറയാ, അവൻ നിങ്ങളെ ഉയർത്താൻ ആഗ്രഹിക്കുന്നു, കർത്താവ് നിങ്ങളെ ഉയർത്താൻ ആഗ്രഹിക്കുന്നു. ഇന്ന് സമൂഹം മുഴുവൻ ചിലപ്പോൾ നിങ്ങളെ ചവിട്ടി താഴ്ത്താനും നിങ്ങളെ നശിപ്പിച്ചു കളയാനും ഒക്കെ ആയിരിക്കും ശ്രമിക്കുന്നത്. പക്ഷേ യേശു കർത്താവിൻ്റെ ഒരാഗ്രഹമുണ്ട്, നിങ്ങൾ ഉയർച്ച അനുഭവിക്കണം. യേശു കർത്താവിൻ്റെ ചിന്ത, നിങ്ങൾ ഏറ്റവും ഉയർച്ച പ്രാപിക്കണം. തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: നിങ്ങൾ വാലല്ല, നിങ്ങൾ തലയാകും. അപ്പോൾ കർത്താവിൻ്റെ ആഗ്രഹം നമ്മുടെ ഉയർച്ചയും നമ്മുടെ നന്മയും നമ്മുടെ ജയകരമായൊരു ജീവിതമൊക്കെയാണ് യേശു കർത്താവ് ആഗ്രഹിക്കുന്നത്. പക്ഷേ നമ്മൾ ആ ഉയർച്ച അനുഭവിക്കണമെങ്കിൽ, നമ്മൾ ആ കർത്താവ് ആഗ്രഹിക്കുന്ന ഉയർച്ചയിലേക്ക് എത്തിച്ചേരണമെങ്കിൽ കർത്താവ് പറയുകയാണ്, കർത്താവിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കണം. യേശു കർത്താവിൻ്റെ കരമാണ് നിങ്ങളെ ഉയർത്തുന്നത്. യേശു കർത്താവാണ് നിങ്ങളെ ഉയർത്തുന്നത്. ആ ഉയർത്തുന്ന കരത്തിൻ കീഴിൽ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്താൽ, ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ, കർത്താവ് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തും. അവിടെ കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്: കർത്താവ് ഉയർത്തുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, അവിടെ കർത്താവ് പറയുന്നു, തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തും. കർത്താവ് തക്ക സമയത്താണ് നമ്മളെ ഉയർത്തുന്നത്. അതിനുവേണ്ടി കർത്താവ് ഒരു സമയം കണ്ടുവച്ചിട്ടുണ്ട്. അതിനുവേണ്ടി കർത്താവ് ഒരു സമയം അപ്പോയിൻമെൻ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെ ഉയർത്താൻ വേണ്ടി കർത്താവ് ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒരു സമയം വെച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അത് നമ്മുടെ സമയമായിരിക്കുകയില്ല, നമ്മൾ ആഗ്രഹിച്ച സമയമായിരിക്കുകയില്ല. ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നതിന് മുമ്പേ, ചിലപ്പോൾ നമ്മൾ ആഗ്രഹിച്ച സമയത്തിന് ശേഷമാകാം കർത്താവ് നമ്മളെ ഉയർത്താൻ ആഗ്രഹിക്കുന്നു. ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ, ആ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മളൊന്ന് താണിരുന്നു കൊടുത്താൽ, പ്രിയമുള്ളവരെ, കർത്താവ് നമ്മളെ ഉയർത്തുക തന്നെ ചെയ്യും. നമ്മൾ താഴ്ച അനുഭവിക്കാനല്ല കർത്താവ് വിളിച്ചത്, ഉയർച്ച തന്നെ അനുഭവിക്കാനാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ ബലമുള്ള കൈക്കീഴിൽ നമുക്ക് താണിരിക്കാം. അങ്ങനെ താണിരിക്കുന്നവരെ കർത്താവ് തക്ക സമയത്ത് ഏറ്റവും നന്നായി ഉയർത്താൻ കർത്താവിനറിയാം. കർത്താവ് അങ്ങനെ ചെയ്യും. അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം, നമുക്ക് ഉയർച്ച തരുന്ന ഒരു നല്ല കർത്താവുണ്ട്. ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഞങ്ങളുടെ ഉയർച്ചയെ ആഗ്രഹിക്കുന്ന, ഞങ്ങളെ ഉയർത്താൻ ആഗ്രഹിക്കുന്ന, ഞങ്ങൾക്ക് വേണ്ടി അതിനുവേണ്ടി സമയം മാറ്റിവെച്ചിട്ടുള്ള ആ കർത്താവെ, അങ്ങേ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിലെ കർത്താവെ പ്രതിസന്ധികളൊക്കെ മാറി ഞങ്ങൾക്കൊരു ഉയർച്ചയുണ്ട്, ഞങ്ങൾക്കൊരു വാഴ്ചയുണ്ട്. ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നതുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളെ കർത്താവെ അവിടുത്തെ കരങ്ങളിൽ താഴ്ത്തുന്നു. കർത്താവ് ഞങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്തുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രിയമുള്ളവരെ, നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിൽ താണിരിക്കാം, ഉയർച്ച അനുഭവിക്കാം.